ബൈബിൾ ക്വിസ് പഠനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് യോശുവ 1-ാം അധ്യായം നമുക്ക് പഠിക്കാം. യോശുവയുടെ പുസ്തകത്തിൻ്റെ ആമുഖ വാക്കുകൾ ഏവ: യഹോവയുടെ ദാസൻ. യഹോവയുടെ ദാസൻ എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെ? മോശെ. മോശയുടെ മരണശേഷം ഇസ്രായേൽ ജനതയെ നയിച്ചത് ആര്? യോശുവ. യോശുവയുടെ പിതാവ് ആര്? നൂൻ. യോശുവ ആരുടെ ശുശ്രൂഷകനായിരുന്നു? മോശയുടെ. യഹോവ ഇസ്രായേൽ മക്കൾക്ക് എവിടെയുള്ള ദേശം കൊടുക്കും എന്നാണ് പറഞ്ഞത്? യോർദാനക്കരെ. ഇസ്രായേലിൻ്റെ വാഗ്ദത്ത ഭൂമിയുടെ പടിഞ്ഞാറേ അതിർത്തി എന്താണ്? മഹാസമുദ്രം. മഹാനദിയുടെ മറ്റൊരു പേരെന്ത്? ഫ്രാത്ത്. യോശുവയോട് ന്യായപ്രമാണം കൽപ്പിച്ചതാര്? മോശെ. യഹോവയുടെ അരുളപ്പാടിനു ശേഷം യോശുവ ആദ്യമായി ആരോടാണ് സംസാരിച്ചത്? ജനത്തിൻ്റെ പ്രമാണികളോട്. ദേശം കൈവശമാക്കുവാൻ എത്ര ദിവസം കഴിഞ്ഞിട്ട് യോർദാൻ കടക്കണം എന്നാണ് യോശുവ പ്രമാണികളോട് പറഞ്ഞത്? 3 ദിവസം കഴിഞ്ഞിട്ട് യോർദാൻ കടക്കേണ്ടതാകയാൽ എന്ത് ഒരുക്കിക്കൊള്ളുവിൻ എന്നാണ് യോശുവ പ്രമാണികളോട് പറഞ്ഞത്? ഭക്ഷണ സാധനം. യോശുവ ആദ്യം സംസാരിച്ച ഗോത്രങ്ങൾ ഏവ? രൂബേൻ, ഗാദ്, മനശ്ശെയുടെ പാതിഗോത്രം. യഹോവ യോർദാൻ ഇക്കരെ വെച്ച് സ്വസ്ഥത നൽകിയ ഗോത്രങ്ങൾ ഏവ? രൂബേൻ, ഗാദ്, മനശ്ശെയുടെ പാതിഗോത്രം. യോശുവയുടെ കൽപ്പന മറക്കുന്നവർക്കുള്ള ശിക്ഷ എന്ത്? മരണം. യഹോവ യോർദാന് ഇക്കരെ വെച്ച് സ്വസ്ഥത നൽകിയ ഗോത്രങ്ങളിൽ യോർദാൻ കടന്ന് അക്കരെ പോയവർ ആരെല്ലാം? യുദ്ധപ്രാപ്തരായവരൊക്കെയും. അടുത്ത അധ്യായവുമായി വീണ്ടും കാണാം. താങ്ക് യു.